പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മേക്കപ്പ് ഇട്ട് കൂടിപ്പോയതിൻ്റെ പേരിൽ ഒരു യുവതിക്ക് വിമാനത്താവളത്തിൽ നിന്നുണ്ടായ ദാരുണമായിട്ടുള്ളൊരു സംഭവം. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമില്ല, മേക്കപ്പ് അധികമായതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് ആളെ മനസ്സിലാകാത്തതിൻ്റെ ഭാഗമായിട്ട് വിമാനത്താവളത്തിൽ വെച്ച് സെക്യൂരിറ്റി മേക്കപ്പ് റിമൂവ് ചെയ്യിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എയർപോർട്ടിൽ വെച്ച് തൻ്റെ കഠിനമായിട്ടുള്ള മേക്കപ്പ് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മായ്ക്കുന്ന യുവതിയുടെ വീഡിയോ ചൈനീസ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വൈറലാകുന്നുണ്ട്. പാസ്പോർട്ട് ഫോട്ടോയിലേതുപോലെയാകും വരെയാണ് ഇവരിത് തുടച്ചു കളയുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയ്ക്ക് പിന്നിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ വിളിച്ചു പറയുന്നതും കാണാം. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ മേക്കപ്പ് ഇടുന്നത്, നിങ്ങൾ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയല്ലേ എന്നതടക്കമുള്ള ശബ്ദങ്ങളൊക്കെ വീഡിയോയ്ക്ക് പിറകിലുണ്ട്. യുവതി തൻ്റെ മുഖത്തെ മേക്കപ്പ് തുടച്ചു കളയുന്ന വീഡിയോ പകർത്തിയും എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് എന്നാണ് വിവരം. സംഭവം മറ്റൊന്നുമല്ല, അവിടെ പാസ്പോർട്ടിൽ കാണുന്ന ഫോട്ടോയുമായിട്ട് യുവതിക്ക് ബന്ധമില്ലാത്തതുപോലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യിപ്പിച്ചത് എന്നാണ് വിവരം. യുവതി വിമാനത്താവളത്തിലെത്തി മുഖം തിരിച്ചറിയൽ യന്ത്രത്തിന് മുന്നിൽ നിന്നുവെങ്കിലും ചിത്രത്തിലെ യുവതിയല്ല തൻ്റെ മുൻപിലുള്ളത് എന്നതായിരുന്നു യന്ത്രം നൽകിയ മറുപടി. പക്ഷേ രണ്ടും ഒരാൾ തന്നെയാണെന്ന് യുവതി പറഞ്ഞു. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു വഴിയെന്ന് എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടായി. അതേ തുടർന്നാണ് യുവതി തൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രസകരമായിട്ടുള്ള കുറിപ്പുകളും കമൻറ്റുകളും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും മേക്കപ്പ് വരുത്തി വെച്ച ഒരു പൊല്ലാപ്പ്, അതാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതേസമയം കേട്ടാൽ കുറച്ച് ചിരി തോന്നുന്ന പക്ഷേ അത്ര തമാശയല്ലാത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസവും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് വിമാനയാത്രയ്ക്കിടെ തൻ്റെ ശാരീരിക ഘടനയുടെ പേരിൽ, അതായത് ബോഡി ഷേമിംഗ് നടത്തിയതിൻ്റെ പേരിൽ ഒരു യുവതി അപമാനിക്കപ്പെടുന്നു. അതിൻ്റെ പേരിൽ ആ യുവതി ഒരു കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ യുവതി അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട്. ഒർലാൻഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ലോറിഡയിൽ നിന്ന് വന്ന വിമാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് വിവരം. കുട്ടിയുമായി യുവതി വലിയ വാഗ്വാദത്തിലേക്ക് ഏർപ്പെടുകയും ഇത് മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള സൂചന. യുഎസിലെ മെറിലാൻഡിൽ നിന്നുള്ള ക്രിസ്റ്റി ക്രാംപ്റ്റൺ എന്ന 46 വയസ്സുകാരിയാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. ക്രിസ്റ്റിയും കുട്ടിയും തമ്മിൽ ഏറെ നേരം വിമാനത്തിൽ വെച്ച് വാഗ്വാദം നടന്നിരുന്നു. ഒടുവിൽ ക്രിസ്റ്റി കുട്ടിയെ അടിക്കുകയും തലപിടിച്ച് വിമാനത്തിന്റെ ജനാലയിൽ ഇടിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ സംസാരം ശരിയല്ലായിരുന്നു, എന്നാൽ ക്രിസ്റ്റി അവനെ തിരുത്താനല്ല മറിച്ച് അവനുമായി തർക്കത്തിലേക്ക് ഏർപ്പെടാനും ശിക്ഷിക്കാനുമാണ് തുനിഞ്ഞതെന്നും കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് തെറ്റു ചെയ്താൽ മുതിർന്നവർ അവരെ തിരുത്തുകയും നേർവഴിക്ക് നടത്തുകയും വേണമെന്നും അതല്ലാതെ അവരെ ശിക്ഷയിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത് എന്നൊക്കെയാണ് ദൃക്സാക്ഷികൾ ഈ സംഭവത്തിന് പിന്നാലെ അഭിപ്രായമായി പറഞ്ഞത്. എന്തായാലും കുട്ടിയെ ഉപദ്രവിച്ച യുവതിക്കെതിരെ ചൂഷണത്തിനും അധിക്ഷേപത്തിനും കേസെടുക്കണമെന്ന് നിരവധി ആളുകൾ വാദിച്ചു. ഇതിൻ്റെ പേരിൽ ദൃക്സാക്ഷികളുടെ അഭിപ്രായം അടക്കം കണക്കിലെടുത്ത് നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം വിമാനത്തിൽ കയറിയത് മുതൽ തന്നെ കുട്ടിയെ കൊണ്ട് ശല്യമുണ്ടായിരുന്നുവെന്നും എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതോടെയാണ് ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ടി വന്നത് എന്നുമാണ് ക്രിസ്റ്റിയുടെ ഒരു പ്രതികരണം ഉണ്ടായതെന്നാണ് വിവരം. യാത്രയിൽ ഉടനീളം മോശമായ രീതിയിലായിരുന്നു കുട്ടി സംസാരിച്ചിരുന്നതും പെരുമാറിയിരുന്നതും. അടിക്കടി അടക്കിയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഫോൺ വാങ്ങി മാറ്റിവെച്ചതോടെ കുട്ടി ക്രിസ്റ്റിയുടെ കൈ ആംബ്രസ്റ്ററിൽ നിന്ന് തള്ളി താഴെയിടുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല യുവതിയെ തടിച്ചി എന്നും മിസ് പിഗ്ഗി എന്നും അടക്കമാണ് കുട്ടി ബോഡി ഷേമിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. ഇത് തുടർന്നതോടെയാണ് താൻ കുട്ടിയെ മർദ്ദിച്ചത് എന്ന് ക്രിസ്റ്റി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും യുവതിയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, അതായത് ഇരുവരും തമ്മിൽ ബന്ധുക്കളാണ് അതോ സഹയാത്രികർ മാത്രമായിരുന്നു എന്ന വിവരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ യുവതിയെ അറസ്റ്റ് ചെയ്ത സമിനോൾ കൗണ്ടി ജയിലിലേക്ക് അയച്ച ക്രിസ്റ്റിയെ പിന്നീട് ജാമ്യം നൽകി പുറത്തുവിട്ടു എന്നാണ് വിവരം. ഏകദേശം 8.5 ലക്ഷം രൂപ ബോണ്ടിന്മേലാണ് യുവതിക്ക് ജാമ്യം അനുവദിച്ചത് എന്നാണ് സൂചന.